നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. പ്രസവം കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ അമ്മമാർ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഡോക്ടറെ, അവള് എണീറ്റിരുന്ന് ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവളുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. എപ്പോഴും കിടക്കുന്ന പ്രസവമൊക്കെ കഴിഞ്ഞതല്ലേ, അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞതല്ലേ, എപ്പോഴും ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നതല്ലേ, ഇവൾ ഒരുപാട് നേരം എണീറ്റിരിക്കുന്നു. ഡോക്ടർ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, അവൾക്ക് പിന്നെ അല്ലെങ്കിൽ നടുവേദനയൊക്കെ വരും എന്ന്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പ്രസവം കഴിഞ്ഞിട്ട് സിസേറിയൻ ആവട്ടെ, നോർമൽ ഡെലിവറി ആവട്ടെ, നമുക്ക് ഒരേ കിടപ്പിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല തന്നെ. ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ നമുക്ക് ഡ്രിപ്പ് കാണും, പിന്നെ മൂത്രം പോകാനുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ടാവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് തരുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് മയക്കത്തിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ കുറച്ച് അനങ്ങാനൊന്നും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കാം. പക്ഷേ സിസേറിയൻ കഴിഞ്ഞാലും ഉടൻ തന്നെ നമുക്ക് കാലിലുള്ള എക്സസൈസൊക്കെ, കാല് മടക്കുക നോക്കുകയും ഒക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് ഒരു ദിവസം പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ ബെഡിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ട്യൂബൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റും, ബാത്റൂം വരെ പോകാൻ പറ്റും. തലകറക്കമൊന്നും വരാതെ നോക്കാൻ ഒരാൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി. മാത്രവുമല്ല, നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാനും പറ്റും. പിറ്റേ ദിവസം തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ സുഖപ്രസവമാണെങ്കിലോ, പ്രസവം കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞ് ആ ബ്ലീഡിങ്ങിൻ്റെ ഒരു 3-4 മണിക്കൂർ അതെല്ലാ ഒബ്സർവേഷനും ഒക്കെ കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പതുക്കെ ആഹാരം കഴിച്ചു തുടങ്ങുക. ആ ക്ഷീണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ എണീറ്റ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നടുവേദന വരുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തൊരു ചെറിയ ശരിയുണ്ട്. ഈ ഒരുപാട് നേരം ഇരുന്നൊക്കെ കഴിയുമ്പോൾ നടുവേദന വരുന്നു എന്നുള്ളതിന് ഒരു ശരിയുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. അതിനകത്ത് എന്താണ് ശരി? കുഞ്ഞിനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ ഒരുപാട് കൂനിയിരുന്ന് ശുശ്രൂഷിക്കരുത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഡയപ്പർ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ കുഞ്ഞിനെ താഴെ ഒരു ലെവലിൽ വെച്ചിട്ട്, താഴെയെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിലിൽ കിടത്തിയിട്ട് നമ്മൾ കുനിഞ്ഞിരുന്നിട്ടായിരിക്കും ആ ഡയപ്പർ മാറ്റുന്നത്. പാല് കൊടുക്കുമ്പോൾ നിവർന്നിരുന്ന് തന്നെ അമ്മമാർ പാല് കൊടുക്കണം. അല്ലാതെ കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുനിഞ്ഞിരുന്ന് പാല് കൊടുക്കരുത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കുഞ്ഞിൻ്റെ തുണികളൊക്കെ നനയ്ക്കണം. കുനിഞ്ഞു നിന്ന് കുഞ്ഞിൻ്റെ തുണികൾ നനയ്ക്കരുത്. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കുഞ്ഞിൻ്റെ തുണികൾ നനയ്ക്കുമ്പോഴും നമ്മുടെ കൈക്ക് ശരിയായിട്ടുള്ള രീതിയിൽ, കൈയുടെ അതേ ലെവലിൽ തന്നെ തുണികൾ വെക്കുന്ന വിധത്തിൽ വെച്ചിട്ട് നനച്ചിടുക. കുഞ്ഞിനെ ഒരു മേശപ്പുറത്ത് കിടത്തിയിട്ട് അതിൻ്റെ ഡയപ്പറൊക്കെ മാറ്റുക, ഇരുന്നുകൊണ്ട് ഡയപ്പർ മാറ്റുക. ഇങ്ങനെ കുറേ നേരം കുനിഞ്ഞിരിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും നടുവേദന വരും. അപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ജോലികൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കാൻ തുടങ്ങാം. സിസേറിയൻ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ. വയറ് കുറയ്ക്കാനുള്ള എക്സസൈസൊക്കെ പിന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ തുടങ്ങാം. സിസേറിയൻ ആണെങ്കിൽ ആ വേദനയൊന്ന് മാറിക്കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചെയ്തു തുടങ്ങാം. മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ വയറിന് ഒരുപാട് സ്ട്രെയിൻ വരാത്ത വിധത്തിലുള്ള എല്ലാ എക്സസൈസും സിസേറിയൻ കഴിഞ്ഞുള്ളവർക്കും ചെയ്യാവുന്നതാണ്. ഇവർക്ക് 2 കൂട്ടർക്കും നടക്കുന്നതിന് യാതൊരു വിഘാതവും ഇല്ല തന്നെ. നന്ദി, നമസ്കാരം.